എനിക്ക് ബുദ്ധിയുള്ള ആൾക്കാരുടെ സിമ്പതി ഉണ്ട്. ബുദ്ധിയുള്ള ആൾക്കാരുടെ സിമ്പതി, ബുദ്ധി കുറവുള്ള ആൾക്കാരോട് സിമ്പതി. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ കൂട്ടാക്കി വെച്ചിരിക്കുന്നത്. പുള്ളി കൂട്ടുകാരനെ വെച്ചിരിക്കുന്നത്. ബുദ്ധി ഇല്ലാത്ത ആള്. പുള്ളിക്ക് ബുദ്ധി വരെ പുള്ളി കുഴപ്പമില്ല. ഒരാൾക്ക് ബുദ്ധി നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോ നിലവിൽ കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ആളാണ് ഈ ഇരിക്കുന്ന ആള്. ഒരാൾക്ക് ബുദ്ധി പറയുന്നുണ്ട്, ഭ്രാന്ത് പിടിക്കുന്നത് അതിന് കുഴപ്പമില്ല. പക്ഷെ ഫ്രോഡാണ് അതിന്റെ കുഴപ്പമാണ്. ഡെന്നിസിന് കുറച്ച് ഭ്രാന്തും കുറച്ച് ബുദ്ധിയെല്ലാം കുറവുണ്ട്. ഞാൻ ക്ഷമിക്കാം, കാരണം അത് പുള്ളി ഉണ്ടാക്കിയതല്ല. പക്ഷെ പുള്ളി ഫ്രോഡല്ല. ഇപ്പോൾ അണ്ണന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അണ്ണന് ഈ പറഞ്ഞ പോലെ ചെറിയ വട്ടുണ്ട്, പിന്നെ നല്ല വട്ടുണ്ട്. അപ്പൊ അത് അണ്ണന്റെ കുറ്റമല്ല. ഞാൻ അണ്ണനെ അതിനകത്ത് കുറ്റം പറയുന്നു. എനിക്ക് വട്ടാവില്ലല്ലേ? ഗള്ളി ഫുഡ്സ് നീ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയി, അവിടെ തിരിച്ചു വരണേ. ഉണ്ടാവില്ല. തനിക്ക് വട്ടപ്പോ അല്ലല്ല, ഇടിയല്ല. തിരിച്ചു ഈ റൗണ്ടിൽ കാണാൻ ഞാനിങ്ങനെ നിൽപ്പുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ബുദ്ധി എന്നൊക്കെ പറയുമ്പോഴേ എന്തിനാണ് ഐൻസ്റ്റീന് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതല്ല ഞാനിവിടെ ചർച്ച ചെയ്യണം. ഞാൻ തന്റെ കോമൺ സെൻസ് ബുദ്ധി ഉള്ളവർക്കാണ് വട്ട് തരുന്നത്. ബുദ്ധി കൂടുമ്പോ വട്ട് കൂടുന്ന ഇയാൾക്ക് വട്ട് തരില്ല, ബുദ്ധിയില്ല. ഓക്കെ, ബുദ്ധിയില്ലാത്ത ആയിക്കോട്ടെ. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ അഭിപ്രായം പറയരുത്. അത്രയും പറയാനുള്ളൂ. ബുദ്ധിയില്ലാത്ത മനുഷ്യരെ അഭിപ്രായം പറയരുതെന്ന് വിഡിത്തമായിരിക്കും. താൻ പറയുന്ന വിഡിത്താരായിരിക്കുന്നാണോ അതോ ഞാൻ പറയുന്ന വിഡിത്തരം എനിക്ക് മനസ്സിലാകത്തില്ലെന്ന്. ഞാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയരുത്. ഓക്കെ, ആയിക്കോട്ടെ. ശരി ശരി. വെരി പൂർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം ഇതാണ്. അതായത് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും ചോദിക്കാൻ പാടില്ല. പ്രത്യേകതരം ഇതൊരു തനിക്ക് വട്ടുണ്ടോ? ബുദ്ധി കൂടിയുള്ള പ്രശ്നമാണ്. അതല്ല, ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതിന്റെ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു, സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വട്ടുള്ള ഒരാൾക്ക് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അറിയില്ല, എനിക്കുണ്ടാവില്ല. ഗുണ്ടകൾക്ക് ആർക്കും വട്ടില്ല, കുട്ടികൾക്ക് ബുദ്ധിയില്ല. പക്ഷെ ആരാട്ടന് വട്ടുണ്ട്. എറണാകുളം സിറ്റി ലിമിറ്റ്സിൽ തന്നെ ആരെങ്കിലും പൊക്കുപ്പിക്കാറും. ആന്റി കമ്മ്യൂണിസ്റ്റ് വർത്താൻ വന്നിരിക്കുക. ആന്റി കമ്മ്യൂണിസ്റ്റോ? കമ്മ്യൂണിസ്റ്റുകാരെ എന്നെ തേടി നടക്കുകയാണ് അടിക്കാൻ വേണ്ടി. അറിയില്ലേ, കണ്ണൂരിന്ന് ടീം ഇറങ്ങിയതറിയാം. എപ്പോഴും പിടിക്കാം. മറ്റേ ഏതൊരാളെ 50 വെട്ടിയില്ലേ, എന്നെ 60 വെട്ടെന്ന് പറയണം. അതൊരിക്കലും അവർ ചെയ്താൽ പാഴ് കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അറ്റൻഡ് ചെയ്യില്ല. സിപിഎംമാർ ഒരു കാര്യമൊക്കെ പിടിക്കണമെങ്കിൽ അതിനൊരു മിനിമം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത് തനിക്കില്ല. അതുകൊണ്ട് തന്നെ പിടിക്കും. കാരണം അവന്മാർ ഇതുപോലത്തെ ആൾക്കാരാണ്, തന്നെ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ പൊക്കിന്ന് വരും. അതിന് സാധ്യതയുണ്ട്. എന്തേ എനിക്ക് പറ്റി കൂട്ടുകാരനെ അറിയാം, അലൻ ജോസ് പെരേറ. അല്ല, എനിക്ക് അലൻ ജോസ് പെരേറയുടെ ബോഡി ഗാർഡായാൽ മതി. അലൻ ജോസ് പെരേറയുടെ ബോഡി ഗാർഡായിട്ട് തന്റെ ബോഡി ഗാർഡ് ഇട്ട് വരാം. അത് വേണ്ട, എനിക്ക് വേണ്ടല്ലോ. ഉറപ്പിക്കാലോ, ഒരു മിനിറ്റ് ഉറപ്പിക്കാലോ. വേണ്ടല്ലോ, ഉറപ്പാണല്ലോ. ഇനി വിളിക്കരുത് കേട്ടോ. ഞാൻ ഞാൻ വിളിക്കാറില്ല. ബുദ്ധിയില്ല.